ഗാസയിൽ ഹമാസ് സംഘടന ബന്ദികളാക്കിയ ഇസ്രായേലി തടവുകാരെ മോചിപ്പിച്ചു തുടങ്ങി. മടങ്ങിയെത്തുന്ന ഇസ്രായേൽ ബന്ദികളെ ഹൃദയസ്പർശിയായ കുറിപ്പും സമ്മാനങ്ങളുമായി സ്വാഗതം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഭാര്യ സാറയും ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നുവെന്നും ഇസ്രായേലിലെ എല്ലാ ജനങ്ങളുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു. ബന്ദികളെ സ്വീകരിക്കുന്നതിനായി പ്രത്യേക സ്വാഗത പാക്കേജുകളും ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ട്. വസ്ത്രങ്ങൾ, വ്യക്തിഗത സാധനങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് മുതലായവ അടങ്ങിയതാണ് ഈ കിറ്റുകളെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഗാസ സമാധാന പദ്ധതിയുടെ ഭാഗമായാണ് ഇപ്പോൾ തടവുകാരെ മോചിപ്പിച്ചിരിക്കുന്നത്. 3 ഘട്ടങ്ങളായാണ് ബന്ദികളെ കൈമാറുന്നത്. ആദ്യഘട്ടത്തിൽ 7 പേരെ വിട്ടയച്ചു. എന്നാൽ മരിച്ച 28 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നത് വൈകാനാണ് സാധ്യത. മോചിതരായ ഇസ്രായേലികളുടെ ബന്ധുക്കൾ ടെൽ അവീവിൽ എത്തി അവരെ സ്വീകരിക്കാൻ തയ്യാറായി. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കപ്പെടുന്ന 20 ഇസ്രായേലി ബന്ദികളുടെ പേരുകൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഇസ്രായേലി ബന്ദികളെ കൈമാറിയതോടെ ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന 2000 പാലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുക. 2023 ഒക്ടോബർ 7 ഹമാസ് അതിർത്തി കയറി നടത്തിയ ആക്രമണത്തിലാണ് ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കിയത്. തുടർന്ന് 737 ദിവസങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് ബന്ദിമോചനം സാധ്യമായത്. ബന്ദിമോചനത്തിന് മധ്യസ്ഥത വഹിക്കാൻ ട്രംപിനെ കൂടാതെ ഈജിപ്റ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും ഉൾപ്പെട്ടിരുന്നു.